13-ാം തീയതി പോളിംഗ് കഴിഞ്ഞു. ഇന്ന് എണ്ണുകയാണ്. LDF പറഞ്ഞതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്, അതിനനുസരിച്ച് വോട്ടുണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നില എപ്പോഴും LDF പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഈ ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളിൽ ചർച്ചാ വിഷയമാണ്. അപ്പോൾ LDFന് പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിവാദത്തിനപ്പുറം വയനാടിന്റെ വികസനത്തിലേക്ക് എന്തെങ്കിലും എത്തിക്കാൻ, പ്രചാരണ വിഷയങ്ങൾ എത്തിക്കാനായോ? അതാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. 5 വർഷക്കാലം രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് രണ്ടാമത് ജയിച്ചതിന് ശേഷവും ജനങ്ങളോട് കാണിച്ചിട്ടുള്ള സമീപനം ഇവിടെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. LDF അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത്. ഇന്ത്യ മുന്നണിയിലെ ബന്ധപ്പെട്ട പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും. ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് വേണ്ടിയാണ്. ആ പോരാട്ടത്തിന് തയ്യാറാകാതെ RSS ഫാസിസ്റ്റ് ശക്തികളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലെഫ്റ്റിന്റെ കേന്ദ്രത്തിലൊന്നാണ് മത്സരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് തന്നെ വിരുദ്ധമായ കാര്യങ്ങളാണ്. അതിനൊരു മയം വരുത്താൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി നേരിട്ട് വന്നത്. ഒരു ഫ്രണ്ട്ലി മത്സരമാണെന്ന് വരുത്താൻ വേണ്ടി, അതൊരു ആർഗ്യുമെന്റിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ തിരിച്ചറിയും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതിന് പകരം RSSനെതിരായ ശക്തമായ പോരാട്ടത്തിന് തയ്യാറാകാതെ ലെഫ്റ്റുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാനാണ് കോൺഗ്രസിന്റെ സമീപനം. ഇതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് സമീപനമാണ്. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാകണം. രാഷ്ട്രീയമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാകുമ്പോൾ RSSുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറാകണം. വീരുകളെ പോലെ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. പോളിംഗ് ശതമാനം കോൺഗ്രസ് UDFന് രാഹുൽ ഗാന്ധിക്ക് മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരു പ്രതിഷേധം എന്നുള്ള നിലക്ക് മാറിയുന്നത്. കണക്കൊക്കെ ഇനിയിപ്പോ ഈ കൗണ്ടിങ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് കണക്കിനെ പറ്റി പറഞ്ഞാൽ അർത്ഥമില്ല. അല്ല, ഇപ്പൊ ഇനി ഇന്നലെ പറഞ്ഞാലും മനസ്സിലാക്കാം. ഇന്നിപ്പം കൗണ്ടിങ് അതിന്റെ പ്രോസസ്സ് നടക്കുക. അതിനു മുമ്പില് പറയുന്ന ഒരു അപക്വമാണ്. നമ്മളെ പോലുള്ള ആളുകൾ എണ്ണം നേരത്തെ ഞങ്ങൾ ഇത്ര വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു അപക്വമാണ്. പിന്നെ UDF പിന്നെ എന്താ പറയേണ്ടത്? UDF പറയുന്നതാണ് UDF പറഞ്ഞത്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നില്ലല്ലോ. LDFന്റെ വോട്ട് പോളിംഗിൽ എത്താത്തതുകൊണ്ടാണോ പോളിംഗ് ശതമാനം കുറഞ്ഞത്? പോളിംഗ് ശതമാനം കുറഞ്ഞ് UDFന്റെ വോട്ടർമാരാണ് മഹാഭൂരിപക്ഷവും വരാതിരിക്കുന്നത്. LDFന്റെ ചില വോട്ടർമാർ വന്നിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ 3 ലക്ഷം 4 ലക്ഷം വോട്ടിനൊക്കെ 7 ലക്ഷം വോട്ടിനൊക്കെ തോൽക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് ക്യാമ്പയിൻ നടന്നിട്ടുള്ളത്. അപ്പം ദൂരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചെന്നൈയിലും ഡൽഹിയിലും ഇന്ത്യയുടെ വടക്കൻ മേഖലയിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ വളരെ പ്രയാസം സ്ട്രെയിൻ എടുത്തിട്ട് അത്ര ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവില്ല. അതൊരു അസാധാരണ സംഭവമൊന്നുമില്ല, സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. സാധാരണ മുന്നണികൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ടായിരുന്നു. LDFന്റെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി LDFന്റെ ബൂത്ത് മിഷനറിയൊക്കെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ UDFന്റെ ഒരു പ്രചരണമാണ്. ആ പ്രചരണമൊക്കെ അതിനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് അത് എണ്ണട്ടെ. ഇപ്പൊ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, താങ്കളെ പ്രിയങ്ക ഗാന്ധി കാണാൻ വന്നത് ഒരു നാടകമാണെന്നാണോ പറഞ്ഞത്? നാടകമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ഡിഫൻസിന് വേണ്ടിയാണത്. നാടകമല്ലത്. അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇടപെടലാണത്. കാരണം ഇന്ത്യ മുന്നണിയുമായി അതിലെ ഘടക കക്ഷികളുമായി ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റിനാണ് ശ്രമിച്ചത്. അപ്പോൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, അത് ചില സംഭവങ്ങളുണ്ട്. അതിന് അങ്ങനെ ഒരു ഡിഫൻസിന് വേണ്ടി വളരെ പൊളിറ്റിക്കലായി ആലോചിച്ചിട്ടുള്ള ഒരു മൂവായിരുന്നു അത്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണുള്ളത്. വളരെ പൊളിറ്റിക്കലായി ആലോചിച്ച് ഇത് ഏതെങ്കിലും സ്ഥലത്ത് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും LDFുമായിട്ട് ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യുമെന്റ് വേണ്ടി ഒന്ന് ഉണ്ടാക്കി വെച്ചതാണത്. അന്തസത്ത കളഞ്ഞൊന്നുമല്ല. ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ അപ്രോച്ചിന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ മത്സരത്തിലൂടെ അവർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മൈൻഡ് എന്ന് പറയുന്നത് UDF പോലും ആകട്ടെ,
ഡെമോക്രാറ്റിക് സെക്യുലർ മൈൻഡാണുള്ളത്. ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്. അവരുടെ ഇടപെടൽ ശേഷി, പാർലമെന്ററി തലത്തിലുള്ള ഇടപെടൽ ശേഷി അവർ ലിമിറ്റഡ് ആണ്. ഒരു സീറ്റ് പോലും കേരള നിയമസഭയിലില്ല. അത്തരം ഒരു കേന്ദ്രത്തിൽ വന്ന് എന്തേ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സെക്കൻഡ് എന്നോ ഫസ്റ്റ് എന്നോ തേർഡ് എന്നോ വിശേഷിപ്പിക്കുന്ന ഒരു ദേശീയ നേതാവ് ലെഫ്റ്റിനോട് മത്സരിക്കാൻ തയ്യാറായി വന്നത്? അതെന്താണ്? അവിടെ എന്തുകൊണ്ട് മത്സരിച്ചില്ല? യു പിയിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? ഗുജറാത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ബേസായ കേന്ദ്രങ്ങളായിരുന്നു. കോൺഗ്രസ് മാത്രമായ അവരുടെ ബേസ് ആര് കൊണ്ടുപോയി? ഇറോഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ഫാസിസ്റ്റ് ശക്തികളാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരോട് കൺസിസ്റ്റന്റായി അവിടെ നിന്ന് അവരോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ശക്തി കാണിക്കാതെ അവിടെ ഒളിച്ചോടി ലെഫ്റ്റിനെതിരായി മത്സരിച്ചത് രാഷ്ട്രീയ ഭീരുത്വമാണത്. ഇന്ത്യ മുന്നണിയുടെ സങ്കല്പങ്ങൾക്ക്, ആ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായ സമീപനമാണത്. അത് രാജ്യം ചർച്ച ചെയ്യുമല്ലോ. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസിന് സഹിക്കാൻ പറ്റില്ല. ആ ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവരത് ചോദ്യം ചെയ്യും.